നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമം, ഈ നിയമത്തിനെതിരെ ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്ന സംസ്ഥാനങ്ങളിലൊന്ന് തമിഴകം തന്നെയാണ്. നമുക്കറിയാം, തമിഴകത്ത് നടന്ന പല പ്രതിഷേധ പരിപാടികളും, ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടന്ന പല പ്രതിഷേധ പരിപാടികളും വലിയ വാർത്താ പ്രാധാന്യം ദേശീയ തലത്തിൽ പോലും നേടിയെടുക്കുകയും ചെയ്തിരുന്നു. കാരണം അവിടെ യൂണിവേഴ്സിറ്റിയിലും മറ്റുമുള്ള വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം ഉൾപ്പെടെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും രാജ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ തമിഴകത്ത് വീണ്ടും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാൻ DMK സർക്കാർ അണിയറയിൽ കൂടിയാലോചനകൾ തുടങ്ങി എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം, ഇതിനു തൊട്ട് മുൻപ് SDPI അടക്കമുള്ള സംഘടനകൾ വീണ്ടും ഈ പൗരത്വ ഭേദഗതി നിയമം ചർച്ചയ്ക്കെടുക്കണം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങൾ, സമരങ്ങളൊക്കെ സംഘടിപ്പിക്കണം എന്ന തരത്തിൽ ചില ചർച്ചകളും മറ്റും നടന്നിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്രാവർത്തികമാകാൻ പോകുന്നത്. അങ്ങനെ ഒരു പോളറൈസേഷനിലൂടെ, ഒരു ഭിന്നിപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ വർഗീയപരമായി മാറ്റി നിർത്തിക്കൊണ്ട് വോട്ട് നേടുക എന്ന ഒരു തന്ത്രം തന്നെയാണ് തമിഴ്നാട്ടിൽ വരും ദിവസങ്ങളിലൊക്കെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. വോട്ടുറപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടം എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധവുമായി സമരത്തിനിറങ്ങുമ്പോൾ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തങ്ങൾക്ക് ഉറപ്പായും ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സ്റ്റാലിൻ പറഞ്ഞ ചില വാക്കുകൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ മണ്ഡലത്തിന്റെ ചുമതലയുള്ള മന്ത്രിയെ തന്നെ പുറത്താക്കുമെന്നുള്ള വിവാദപരമായ ഒരു ഭീഷണിപ്പെടുത്തൽ, ഒരു മുന്നറിയിപ്പ് തന്നെ സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനർത്ഥം അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 പോലെയുള്ള ഒരു ആത്മവിശ്വാസം ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം വീണ്ടും ചർച്ചയ്ക്കിടാൻ തമിഴകം ഒരുങ്ങുന്നത്. നമുക്കറിയാം, ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന മറ്റൊരു സംസ്ഥാനം പശ്ചിമ ബംഗാൾ തന്നെയാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും അവിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള പ്രക്ഷോഭങ്ങളും മറ്റും നടക്കുന്നുണ്ട്. പക്ഷേ അതേ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് തന്നെയുള്ള ഒരു MP, കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത് 7 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാവുമെന്ന്. അതും വലിയ വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി. എന്തായാലും കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു, എന്ത് തന്നെ സംഭവിച്ചാലും രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന്. ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഏകദേശം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അസം ഉൾപ്പെടെ അങ്ങനെ BJP ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പ്രതിപക്ഷം BJPക്കെതിരായ ഒരു ആയുധമായി പൗരത്വ ഭേദഗതി നിയമത്തെ കൊണ്ടുവരുമ്പോൾ അതേ പൗരത്വ ഭേദഗതി നിയമം തങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള ഒരു വലിയ വാശിയിൽ തന്നെയാണ് BJP ഉള്ളത്. നമുക്കറിയാം, BJP എന്ത് പറഞ്ഞാണ് അധികാരത്തിൽ കയറിയതെന്നുള്ളത്. 3 കാര്യങ്ങളായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം. ഒന്ന്, അയോധ്യയിൽ രാമക്ഷേത്രം തങ്ങൾ ഉയർത്തും. രണ്ടാമതായി, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 റദ്ദാക്കും. ഈ 2 കാര്യങ്ങളും അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. മൂന്നാമതായി, ഇനി ബാക്കിയുള്ളത് പൗരത്വ ഭേദഗതി നിയമം മാത്രമാണ്. അതുകൊണ്ട് തന്നെ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനങ്ങളും മറ്റും വരുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ സുപ്രധാന നീക്കം നടത്തും എന്നുറപ്പാണ്. അങ്ങനെ മോദി പൗരത്വ ഭേദഗതി നടപ്പിലാക്കാൻ ഉറപ്പിച്ചിറങ്ങുമ്പോൾ സ്റ്റാലിനും മമതയും അടക്കമുള്ള വലിയ നേതാക്കൾ, കരുത്തുറ്റ പ്രതിപക്ഷ നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കേരളത്തിലും അത് ഉണ്ടാവുമെന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. നമുക്കറിയാം, കേരളത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമം ഒന്ന് പൊടിതട്ടി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നിസ്സാരക്കാരല്ല അണിനിരന്നിരിക്കുന്നത്. സ്റ്റാലിനും മമതയും അടക്കമുള്ള കരുത്തുറ്റ പ്രതിപക്ഷ നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം കൊഴുക്കും. അവിടെ ചർച്ചയ്ക്ക് വരാൻ പോകുന്ന വിഷയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതായിരിക്കും എന്ന കാര്യത്തിലും ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇനി മോദി എന്താണ് ഇതിനൊരു മറുപടി നൽകുക, ഈ ഒരു വിഷയത്തിൽ സുപ്രധാനമായ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.